എന്നാ വീട്ടിലെ ഞാനാണ്ട് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ ആ എന്റെ പറ. വീട്ടിന്റെ ഞാൻ രാത്രി അവിടുന്ന് ഇറങ്ങി വന്നിട്ട് വെളുപ്പിനെ അപ്പം ആ ഇറങ്ങി വന്നപ്പോ ഓപ്പോസിറ്റ് നിങ്ങളുടെ റബ്ബർ തോട്ടം ഉണ്ടല്ലേ, ആരെങ്കിലും കണ്ടോ? കണ്ടില്ല. പക്ഷെ അവിടെ ഞാൻ ഇറങ്ങി നിങ്ങളുടെ അയ്യത്ത് അവിടെ ഇരിക്കുവായിരുന്നു. ഓപ്പോസിറ്റ് അങ്ങ് പുള്ളിക്കാരൻ വെട്ടാൻ വന്നിട്ടുണ്ടാവും. നന്നായി. പക്ഷെ കണ്ടില്ല. കാണുന്നത് ഞാൻ അങ്ങ് വിട്ടു. പക്ഷെ എന്റെ ചെരുപ്പ് ആ തോട്ടത്തിൽ കിടക്കുക. ദൈവമേ, അതെടുത്തോണ്ട് പോവാനെന്താ? അതിനി എങ്ങനെ എടുത്തോണ്ട് പോവാനാ? ഇപ്പൊ അത് ആരും കണ്ട പ്രശ്നമാകുമോ? അത് കണ്ട പ്രശ്നമാകത്തൊന്നുമില്ല. അവിടെ കിടന്ന് ചെരുപ്പാന്ന് വിചാരിക്കത്തേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. കണ്ടിട്ട് പിന്നെ നമ്മുടെ അമ്മയാണോ എണീറ്റായിരുന്നോ ചെന്നപ്പോ? ഇല്ല, അമ്മയൊന്നും എഴുന്നേറ്റില്ല. നീ എല്ലാം പറഞ്ഞു. എന്തിനാ? എല്ലാം പറഞ്ഞു. ഇല്ല, എണീറ്റില്ല. ഞാൻ വന്ന് കയറി പിന്നെ രണ്ടാമത് കിടന്ന്. നീ എന്ത് ചെയ്യുന്നു? കിടക്കുവാണ്. പിന്നെ അല്ലാതെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. എന്തിനാ? അടിപൊളിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് കളിയിലൊക്കെ ബ്ലഡൊക്കെ വരുമെന്ന് പറയാൻ സത്യമല്ലേ? പിന്നെ അല്ലാതെ പക്ഷെ അത് ഞാൻ ബ്ലഡ് വന്നത് ഞാൻ അറിഞ്ഞു പോലുമില്ല. പക്ഷെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഞാൻ അറിഞ്ഞു പോലുമില്ല ബ്ലഡ് വന്നത്. നീ പെയിൻ ഉണ്ടായിരുന്നോ? നിന്റെ സൗണ്ട് ഞാൻ വിചാരിച്ചു നിന്റെ വീട്ടുകാരാണോ ഇപ്പോൾ. നിന്റെ സൗണ്ട് ആയിരുന്നു. അതെ, അത് ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരുന്നു. അത് അറിയാണ്ടെന്ന് വരുന്ന. സത്യം പറഞ്ഞാൽ നിങ്ങളെനിക്ക് സെക്സ് വീഡിയോസ് ഒക്കെ അയച്ചു തന്നത് കണ്ടിട്ട് ഞാൻ വിചാരിച്ച അവരതിന് വേണ്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കുമെന്ന്. ആ പെണ്ണുങ്ങളായി. പക്ഷെ നമുക്ക് ചെയ്യുമ്പോഴല്ലേ ആ ഒരു സുഖത്തിലുണ്ടല്ലോ ഇങ്ങനെ കയറ്റി അടിക്കുമ്പോഴും ഒക്കെ ഇടുമ്പോഴും വരുമ്പോഴും എന്തായാലും നമ്മൾ കുറെ നാളോട് പ്ലാൻ ചെയ്ത് എന്തായാലും ഒരു വല്ലാത്ത ഒക്കലും ആയിപ്പോയി. എന്നെ പൊന്നേ, എത്ര മണിക്കൂറാ കളിച്ചെന്ന് ഓർമ്മയുണ്ടോ? 11 മണിക്ക് വന്ന ഞാൻ പിന്നെ അലാറം ഉണ്ടാക്കാൻ വെക്കുമെന്ന് പറഞ്ഞിട്ട് 5 മണിക്കാ. ഇച്ചിരിയും കൂടെ വൈകിയിരുന്നെങ്കിൽ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടാണ്. അതൊന്നും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, പക്ഷെ കൊള്ളായിരുന്നു. എനിക്ക് പട്ടി കുരയ്ക്കുന്നത് കൊണ്ടൊരു പേടിയുണ്ടായിരുന്നു. മൊത്തം ഉടച്ച് കാര്യമില്ലടി. വേദനയുണ്ടോ? വേദനയുണ്ടോന്ന് ചോദിച്ചാ വേദനയായിട്ടില്ല. ഇപ്പൊ ഇല്ല. ഞാൻ എന്റെ കട്ടിയായിരുന്നടി നിന്റെ പോലെ. പിന്നെ ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? ഇപ്പം എന്നാലും കുറച്ചും കൂടെ ഉടയാനുണ്ട്. അതിന് 2-3 വട്ടം കൂടെ ഇട്ടുകൊണ്ട് റെഡി ആക്കിക്കോളാം. ആരും പിടിക്കൊന്നും ചെയ്യുന്നില്ലല്ലേ. നിങ്ങൾ വന്ന് പിടിച്ച് ഇന്നത്തോടു കൂടി അതെന്തായാലും ഉടഞ്ഞിട്ടുണ്ട്. വീട്ടുകാരും അറിഞ്ഞൊന്നുമില്ലല്ലോ? ആരും അറിഞ്ഞില്ല. ഇനി രാവിലെ ഉറക്കം എണീക്കുമ്പോഴാണ് ആരും അറിഞ്ഞതായിട്ട് അറിയുന്നുണ്ട്. ആരും പിന്നെ അറിഞ്ഞ് കാണത്തില്ല. ആരും അറിഞ്ഞു എല്ലാരും നല്ല ഉറക്കത്തിലല്ലായിരുന്നു. എല്ലാരും നല്ല ഉറക്കത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. ഇത്രയും മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഞാൻ ഏതായിരുന്നു പഠിച്ചോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നിനക്കിതൊന്നും അറിയത്തില്ല എന്നല്ലേ നീ പറയുന്നു. പക്ഷെ നന്നായിരുന്നു. കുഴപ്പമില്ലെന്നല്ല. അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വീഡിയോ അയച്ചു തന്നത് കൊണ്ട് ഞാൻ പഠിച്ചു. പക്ഷെ വെളിയിൽ വെച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച പ്ലാനിങ് വെളിയിലായിരുന്നെങ്കിൽ വലിച്ചേനെ. അകത്തായോണ്ട് നമുക്ക് ഇത്ര മണിക്കൂർ കിട്ടിയത്. വെളിയിലാണെങ്കിൽ വന്ന് പെട്ടെന്ന് പോകേണ്ട വന്നാണ്.
പിന്നെ ഇതൊരു ശീലമാക്കേണ്ടതാ നല്ലത്. ഉം. ഞാനാണെങ്കി ആ തോട്ടത്തിൽ കൂടെ അല്ലേ കയറി വന്നത്. അവിടെ മൊത്തം പട്ടിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ, എനിക്ക് പേടിയുണ്ടായിരുന്നു. പട്ടികൾ മാത്രമല്ല, വെട്ടാൻ വരുന്നവരും രാവിലെ. അതിന് തിരിച്ചു പോകുമ്പോ അവള് പേടിക്കുന്ന കാര്യമല്ലല്ലോ. രാത്രി കുറെ പട്ടി. പക്ഷെ വന്ന് കഴിയുന്ന ശേഷം ഒന്ന് സെറ്റായി. ഉം. എന്ത് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്ന ചെറുതായിട്ട് ക്ഷീണം. അപ്പൊ ഞാൻ അതും കഴിഞ്ഞ് അവിടുന്ന് വണ്ടി ഓടി ഇങ്ങ് വരെ വന്ന് എനിക്കില്ല ക്ഷീണം. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ നല്ല സ്റ്റാമിന ഉണ്ടല്ലോ. പിന്നെ നീ എനിക്ക് ആ പിന്നെ രാവിലെ എഴുന്നേറ്റ ഫോണ്ടൊക്കെ എടുത്തോണ്ട് കക്കൂസിട്ട് വെള്ളമൊഴിച്ച് കളയണേ. അത് ഓർമ്മിപ്പിച്ച കാര്യമായി. ഓർമ്മിച്ചല്ല, നിന്റെ തലയുടെ അരി ഇരിപ്പുണ്ട്. സത്യമായിട്ട് ഓർമ്മിപ്പിച്ച കാര്യം. ഇല്ലെങ്കിൽ എന്ത് ചെയ്താല്? ഞാൻ എടുത്തോണ്ട് വരാൻ മറന്നുപോയി. അതെടുത്ത് കളയണേ. അതെടുത്ത് കളയണേന്ന്. ഇല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതാ, കുഴപ്പമില്ല. അതല്ലെങ്കിൽ യൂസ് ചെയ്തത് ഞാൻ മാത്രമേ കളഞ്ഞായിരുന്നു. യൂസ് ചെയ്യാത്ത 2-3 ഇരിക്കോന്ന് തോന്നുന്നു എന്റെ തലയുടെ കയ്യിൽ. ഇവിടെ വെച്ചിട്ട് തന്നെ കാര്യമായി കേട്ടോ, എല്ലാം കൂടെ. സത്യം വെച്ചിട്ട് നിനക്കെന്ത് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ നീ. ക്ഷീണം വരുന്നുണ്ട്. പിന്നെ നിനക്ക് മാത്രമാണ് ക്ഷീണം. നിങ്ങളെന്താ മനുഷ്യ പറയുന്നേ? എത്ര മണിക്കൂറത്തെ കളിയായിരുന്നു നല്ല ഓർമ്മയുണ്ടോ? കൊള്ളായിരുന്നു കേട്ടോ. എന്താ പറയാ, ഒരുപാട് നാളത്തുള്ള ആഗ്രഹം സഫലമായി. നിന്റെ ഫസ്റ്റ് കളിയല്ലേ? അത് നിങ്ങക്ക് മനസ്സിലായില്ലേ? ബ്ലഡ് വന്നിട്ട് മനസ്സിലായി. ഫസ്റ്റ് കളി. ഇനി എന്നാ? ഇനിയിപ്പോഴൊന്നും വേണ്ട, സമയാവട്ടെ. പീരീഡ്സ് ആയ സാധനം കൊള്ളാം കേട്ടോ. പിന്നെ നിങ്ങളുടെയോ? നിങ്ങളെ ഫോണിൽ കാണിക്കുന്നൊന്നും അല്ല. എന്തൊരു വലുതോ. കയറ്റും പേരുണ്ടായിരുന്നു. ചെറുതായിട്ട്. പേരുണ്ടായിരുന്നോ? ചെറുതായിട്ട്. കൊള്ളാം, ഇഷ്ടപ്പെടുക നന്നായിട്ട്. പിന്നെ ഇങ്ങനെ കുറയല്ലോ. എന്നാ ശരി, നീ രാവിലെ വിളിക്കത്തില്ലേ? വിളിക്കും. ശരി. ഏട്ടനെ ഉറങ്ങണേ. ശരി. ശരി.